എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഡേറ്റ്സ് വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അതിന് വേണ്ടുന്ന ചേരുവകൾ: ഒരു ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, അര ഗ്ലാസ് പഞ്ചസാര പൊടിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്, പിന്നെ ഡേറ്റ്സും ക്യാരറ്റും സോക്ക് ചെയ്ത് വെച്ചതാണ്, പിന്നെ വെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ പാല്, ഒരു മുട്ട, ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്, ഒരു പിഞ്ച് ഉപ്പിടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അരിപ്പയിലിട്ട് കടഞ്ഞെടുക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും ബേക്കിംഗ് സോഡയും മൈദയും ഒരുമിച്ച് എല്ലാ ഭാഗത്തും എത്തണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് കടഞ്ഞെടുക്കുന്നത് നല്ലതാണ്. പഞ്ചസാര പൊടിച്ചു, അതിനകത്ത് മുട്ടയും കൂടെ ഒഴിച്ചിട്ട്, ഒരു മുട്ടയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു മുട്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇളക്കി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിച്ച ശേഷം നമുക്ക് ഇത് ശരിക്കും യോജിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല് ഒഴിക്കുന്നുണ്ട്. ഇതുകൂടെ ഒഴിച്ച് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാൻ വെണ്ണ ചേർത്തിട്ടുണ്ട്. വെണ്ണ മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് സമയമായിട്ട് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ ഇടാൻ പാടില്ല. അപ്പം വെണ്ണ കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഡേറ്റ്സ്, ഒരൽപ്പം ഓറഞ്ച് തൊലി പൊടിച്ചതിട്ടിട്ടുണ്ട്, ഒരു നുള്ള് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ ഒരു നുള്ള് വട്ടയുടെ പൊടിയും ചേർത്തിട്ടുണ്ട്. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഈത്തപ്പഴം, അതിനോടൊപ്പം ഒരൽപ്പം മുന്തിരി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ സിനമൺ പൗഡർ ഒരു നുള്ള്, ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചത് ഒരു നുള്ള്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടി യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് കുക്കറിലോട്ട് മാറ്റി വയ്ക്കാം. എനിക്ക് ബീറ്ററുമില്ല, ഓവനുമില്ല. അപ്പം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാറ് പതിവ്. വലിയ കുക്കറാണ്. കുക്കറിൽ കേക്ക് ഉണ്ടാക്കിയ കുക്കറിന് ഒരു കുഴപ്പവും വരില്ല. ഞാനിപ്പോൾ പ്രീഹീറ്റിന് വേണ്ടി 10 മിനിറ്റായി വെച്ചിട്ട് എൻ്റെ വലിയ കുക്കർ ഇതാണ്. ഇതിൽ തന്നെയാണ് ഞാൻ സ്ഥിരമായി കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരിക്കലും കുക്കറിനും കേട് വന്നിട്ടില്ല, കേക്കിനും കേട് വരാത്ത രീതിയിൽ കിട്ടും. ഇതിലേക്ക് ഞാനൊരു പാത്രമാണ് വെക്കുന്നത്. ആ പാത്രത്തിൻ്റെ മുകളിലാണ് കേക്ക് ടിന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. എല്ലാം നല്ലപോലെ മിക്സായി കഴിഞ്ഞു. ഇത്തിരി കട്ടിയായിട്ട് കാണും. അത് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉള്ളത് കൊണ്ടാണ്. ഇത്തിരി കട്ടിയായിട്ട് തന്നെ വേണം. ഫ്രൂട്ട്സ് എല്ലാം ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളെല്ലാം കൂടെ അടിയിൽ പോയി പതുങ്ങി നിൽക്കും, മേലെ ഫ്രൂട്ട്സ് ഇല്ലാത്ത ഭാഗവും ആയിപ്പോകും. അതുകൊണ്ട് ഇത്തിരി കട്ടിയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ കേക്ക് ടിന്ന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വൈറ്റ് പേപ്പർ, ഞാൻ A4 പേപ്പർ കട്ട് ചെയ്താണ് വെക്കുന്നത്. ഞാൻ ബട്ടർ പേപ്പർ വെക്കാറില്ല. A4 പേപ്പറുണ്ട്, അത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ, അതായത് ഇല്ല, ഓവനില്ല, ബീറ്ററില്ല, ബട്ടർ പേപ്പറില്ല, പിന്നെ വനില എസൻസ് ചേർത്തിട്ടില്ല. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു പാത്രമാണ് ഈ ഇഡ്ഡലി കുക്കർ വാങ്ങിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു പാത്രമാണ്. ആ പാത്രത്തിനെ കമിഴ്ത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് മാവ് ഒഴിച്ച് വയ്ക്കാം. മാവെല്ലാം ഒഴിച്ച് കഴിഞ്ഞു. നമുക്കൊന്ന് പതുക്കെ കൊട്ടി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് എയർ ബബിൾസ് എല്ലാം ഒന്ന് പോവാനാണ്. ഓക്കെ. കേക്ക് ടിന്നിനെ നമുക്ക് കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനുശേഷം സിമ്മിലോട്ട് മാറ്റണം. ഇങ്ങനെയാണിത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം. 40 മിനിറ്റാണ് ആവശ്യം. എൻ്റെ ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഞാനൊന്ന് കുത്തി നോക്കിയതാ, ഇവിടെ പിടിച്ചിട്ടില്ല. ഈ സൈഡൊന്ന് നോക്കാം, 2 സൈഡും ഒന്ന് നോക്കാം. എല്ലായിടവും കുത്തി നോക്കണമെന്നില്ല, നമുക്ക് തന്നെ കഴിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ അങ്ങനെ കുത്തിയെന്നേ ഉള്ളൂ. നമ്മൾ ശരിക്കും പതുക്കെ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അറിയാം. ഒന്നുമില്ല, വേവാത്തൊരിടവും ഇല്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. കുക്കറിന്നെടുത്തിട്ട് 35 മിനിറ്റിലാണ് ഇത് തയ്യാറായിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന ക്യാരറ്റ് ഡേറ്റ്സ് സോക്ക് ചെയ്തത് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടല്ല, ശർക്കര ഉരുക്കിയെടുത്ത് തിക്ക് ആയിട്ട് തിളപ്പിച്ച് അരിച്ച് ചൂടാറിയ ശേഷം അതിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ സോക്ക് ചെയ്തെടുത്തത്. നേരത്തെ ഞാൻ കാരമലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ ഞാനിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ കുഴപ്പമില്ല, കേക്ക് കണ്ടപ്പം പെർഫെക്റ്റായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ശർക്കരപ്പാനിയിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് നോക്കൂ. റമ്മും പഞ്ചസാരയുടെ കാരമലൈസ് ഒന്നും വേണ്ട, ശർക്കരപ്പാനിയിലും ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ച് നമുക്ക് നല്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റും. കേക്ക് ടിന്നിൽ നിന്നും ഇളകി വന്നിട്ടുണ്ട്. ഇത്രയും പെർഫെക്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഓവനും ബീറ്ററും വാനില എസൻസും കാരമലൈസും ഒന്നും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. കാണുന്നവരെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എന്ത് കുറവുണ്ടെങ്കിലും നല്ലതാണെങ്കിലും എല്ലാം എഴുതിയിടണം. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം നേരുന്നു. ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിത് മുറിച്ച് നോക്കാം. ഇപ്പോൾ ഇനി എൻ്റെ കുക്കറിനകം കാണിച്ചു തരാം. കുക്കറിൽ ഞാൻ കുക്കർ വാങ്ങിക്കുമ്പോൾ ഉള്ളൊരു പാത്രമാണ്, ഇതായിരുന്നു വെച്ചിരുന്നത്. ഇതെടുത്ത കുക്കറിനകവും പാത്രത്തിനകവും പെർഫെക്റ്റ് ആണെന്നുള്ളത് എൻ്റെ തെളിവിതാ. ഇതിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത്. എവിടെയെങ്കിലും കേക്കിൻ്റെ ഒരു അംശം വരികയോ കുക്കറിന് കരിച്ചിൽ വരികയോ ഒന്നുമില്ല. നല്ല ക്ലീനായിട്ടിരിക്കുന്നു. കേക്കിൻ്റെ ഈ പേപ്പർ മാറ്റാം. ഇത് ബട്ടർ പേപ്പറല്ല, A4 പേപ്പറാണ്. ഇതിൽ വെണ്ണ പുരട്ടി വെച്ചതാണ്. ക്ലീനായിട്ട് വന്നിരിക്കുന്നു. ഇത്രയും ക്ലീനായിട്ട് പേപ്പർ പൊളിഞ്ഞ് വന്നിരിക്കുന്നു. നമുക്കിതിന് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങനെ തുറന്ന് വെച്ചാൽ ഡ്രൈ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മേലെ ഒരു പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പേപ്പർ ഇട്ട് വെച്ചാൽ മതി. ഒരു കഷ്ണം പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്ക് ചൂടാറിയിട്ടില്ല, ഞാനൊന്ന് സൈഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ചൂടാറിയ ശേഷം കട്ട് ചെയ്താലേ അത് നീറ്റായിട്ടിരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ കേക്ക് പണി തീർന്നു. കേക്കിൻ്റെ എല്ലാ വശവും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.